തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ മണിക്കൂറിൽ വചന വിചിന്തനത്തിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള തിരുവചന ഭാഗമാണ്. നമുക്ക് ഈ വചനം ശ്രദ്ധാപൂർവം ശ്രവിക്കാം. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്ന ഈശോ ഈ മണിക്കൂറിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരിലും ഇപ്രകാരമുള്ള വലിയ ഒരു ദൈവിക അഭിഷേകം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനഭാഗത്തെക്കുറിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളേതു മേഖലയിലുള്ളവരാണെങ്കിലും നിനക്ക് വേണ്ടി കർത്താവ് ഒരു സന്ദേശം ഇതിലൂടെ നൽകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ നടന്ന ഒരു സംഭവമല്ല, മറിച്ച് ഇന്നും ജീവിക്കുന്ന ഈശോ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വളരെ ശക്തമായി ഇടപെടുന്ന ഒരു സന്ദേശമായി ഈ തിരുവചന ഭാഗത്തെ നമ്മൾ സ്വീകരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന പട്ടണമാണ് നായിൻ. ഈ പട്ടണം നസ്രത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് നായിൻ. നായിൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തുഷ്ട, പ്രസന്ന എന്നൊക്കെയാണ്. സന്തുഷ്ടമായ, പ്രസന്നമായ. ഈ പട്ടണത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തി ഒരു വിധവയാണ്. ആ വിധവയുടെ മകൻ മരിച്ചുപോയി. അപ്പോൾ ഈ വിധവയുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥ എന്ന് പറയുന്നത് ദുഃഖമാണ്. അപ്പോൾ നായിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്നമായ, വളരെ സന്തുഷ്ടമായ എന്നൊക്കെ അർത്ഥമുള്ളപ്പോൾ ആ സന്തുഷ്ടയ്ക്കും ആ പ്രസന്നമായ അനുഭവത്തിനും നടുവിൽ ദുഃഖത്തോടുകൂടെ നിൽക്കുന്ന ഒരു വിധവ എന്ന് വെച്ചു കഴിഞ്ഞാൽ നായിൻ എന്ന വാക്കിന് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഘടകവിരുദ്ധമായ ദുഃഖഭാരത്തോടുകൂടി, സങ്കടത്തോടുകൂടി നിൽക്കുന്ന ഒരു വിധവ. പേരിന് യാതൊരു വിധത്തിലുള്ള സാമ്യമില്ലാത്ത ഒരു അനുഭവം. പലപ്പോഴും എന്നെ കേൾക്കുന്നവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഉദാഹരണത്തിന്, പല പേരുകളും ആ വ്യക്തികളുടെ സ്വഭാവത്തോട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്തതാണ്. പേരുകൾ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വലിയ വിശാലമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ തീരും. ഉദാഹരണത്തിന്, പേര് സത്യശീലൻ, എന്നാൽ ഏറ്റവും കൂടുതൽ കള്ളത്തരവും ചതിയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിലോ പേരിന് ആ വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. എന്നെ കേൾക്കുന്നവരെ, നമുക്കൊക്കെ ഇതുപോലെ ചില പേരുകളുണ്ട്. നമ്മുടെ പേരുകൾ നമ്മുടെ വ്യക്തിത്വത്തോട് ഏതെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഈ അവസരത്തിൽ ഒന്ന് ധ്യാനിക്കാവുന്നതാണ്. ഇതൊരു വ്യക്തിയോട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഏത് ദേശത്തോടും ബന്ധപ്പെട്ട് ഇപ്രകാരം തന്നെയാണ്. ഭാരതത്തിൽ തന്നെ അയോധ്യ എന്ന് പറയുന്ന സ്ഥലം യുദ്ധമില്ലാത്ത ഒരു സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നമുക്കറിയാം അവിടെ നിന്നൊക്കെ ഉണ്ടായ എത്രയോ പ്രശ്നങ്ങളാണ്
പിന്നീട് വലിയ കലാപങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. ബെത്ലഹേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ വീടെന്നാണ് അർത്ഥം. സമാധാനത്തിൻ്റെ ഒരു ദേശമെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ നമുക്കറിയാം, വെടിയൊച്ച ഒഴിഞ്ഞിട്ട് ആ ദേശത്ത് സമാധാനമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് പേരിന് വ്യക്തിയോടും ദേശത്തോടുമുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പം നായീൻ എന്ന് പറയുന്ന പ്രസന്നമായ സന്തുഷ്ടമായ ഒരു ദേശത്ത് വളരെ ദുഃഖിച്ച് ജീവിക്കുന്ന ഒരു വിധവ. ഈ വിധവയുടെ മുമ്പിലേക്കാണ് വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് യേശു കടന്നു ചെല്ലുകയാണ്. യേശു കടന്നു ചെല്ലുമ്പോൾ ഈ വിധവയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആദ്യം യേശു ചെയ്യുന്ന ഒരു പ്രവൃത്തി വളരെ ശ്രദ്ധേയമാണ്. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. പ്രിയപ്പെട്ടവരെ, ഈശോ ആ വിധവയോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിന്നോട് ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. വചനം പറയുന്നത് യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവളോട് പറഞ്ഞു, നീ കരയേണ്ട. ആ വിധവയുടെ ഏക മകൻ മരിച്ചുപോയി. മരിച്ചുപോയ അവസരത്തിൽ ദുഃഖമാണ്. എല്ലാവരും അവളെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കില്ല, മറിച്ച് പലരും വന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടാവും, നീ കരയേണ്ട, നീ കരയേണ്ട. എന്നാൽ യേശു അവളുടെ പക്കലേക്ക് വരുമ്പോൾ വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവളോട് പറഞ്ഞു, നീ കരയേണ്ട. പ്രിയപ്പെട്ടവരെ, യേശു അപ്രകാരം പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ആത്മീയ മേഖലകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവളെ ഈശോയ്ക്ക് മനസ്സിലായി. അവളുടെ ദുഃഖം ഈശോയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഈശോ അവളോട് കരയേണ്ട എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈശോ അവളോട് പറഞ്ഞത് സാധാരണ പറയുന്നത് പോലെ ഒരു ഭംഗിവാക്കല്ല, മറിച്ച് ഈശോയ്ക്ക് അവളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഈശോ അവളോട് പറഞ്ഞത്, നീ കരയേണ്ട. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ മേഖലകളിൽ ഒരു വെളിച്ചം വീശുന്ന ഒന്നാണ്. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പ്രശ്നവും സങ്കടവും ജീവിതത്തിൻ്റെ പല കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും പോകുമ്പോൾ നിൻ്റെ കൂട്ടുകാരും നിൻ്റെ വീട്ടുകാരും നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒത്തിരി പേര് നിൻ്റെ അടുക്ക വന്ന് നിന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് ആശ്വാസം കിട്ടാറുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ നമ്മളോടുള്ള നിലപാട് പല കാര്യങ്ങളോടും ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ജീവിതാവസ്ഥ കണ്ട് നമ്മളെ ആശ്വസിപ്പിക്കും, അതിനുശേഷം നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മുടെ തെറ്റാണെന്ന് ഓർമ്മപ്പെടുത്തും, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും അവർ മാറി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഈശോ ഒന്നിനെയും കുറ്റപ്പെടുത്തുന്നില്ല. ഈശോ ആരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നില്ല. ഈശോ എന്താണ് അതിൻ്റെ ആഴമറിഞ്ഞു പോകുന്നില്ല. മറിച്ച് ഈശോ വളരെ വ്യക്തമായി അവളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, മകളെ, നീ കരയേണ്ട. എന്നെ കേൾക്കുന്നവരെ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ഈ ഭൂമിയിൽ ആർക്കും നിന്നെ മനസ്സിലാകുന്നില്ലെങ്കിലും ഏത് സങ്കടത്തിൻ്റെ നടുവിലാണെങ്കിലും ഈശോ നിന്നോട് പറയുന്നു, നീ കരയേണ്ട. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് ഒന്നാമത്തെ സന്ദേശം. നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നീ സ്വീകരിച്ചു കൊള്ളണം. എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളുടെ നടുവിലും എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ പക്കൽ വന്ന് എന്നോട് പറയുന്നു, ഞാൻ കരയേണ്ട. ശവമഞ്ചത്തിലെ യുവാവ് ആ അമ്മയുടെ സങ്കടമാണ്. അമ്മയുടെ ഏക മകനാണ് മരിച്ചു കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രതീകമാണ്. ശവമഞ്ചത്തിലെ യുവാവ് ഒരു പ്രതീകമാണ്. ആ ശവമഞ്ചത്തിലെ യുവാവിൻ്റെ പക്കലേക്കാണ് യേശു കടന്നു ചെല്ലുന്നത്. അമ്മയോട് കരയേണ്ട എന്ന് പറഞ്ഞിട്ട് ഈശോ വെറുതെ വാക്ക് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയല്ല, മറിച്ച് ആ കരച്ചിൽ അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഈശോ തൊട്ടടുത്ത് ചെയ്യുകയാണ്. വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു, അത് വഹിച്ചിരുന്നവർ നിന്നു.
കരയേണ്ട എന്ന് പറഞ്ഞവൻ വെറുതെ ഭംഗിവാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വിട്ടുപോവുകയല്ല, ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് തോളത്ത് തട്ടി ആശ്വസിപ്പിച്ചിട്ട് കടന്നു പോവുകയല്ല, മറിച്ച് അവൻ ചെയ്ത പ്രവൃത്തി കരയേണ്ട എന്ന് പറയുക മാത്രമല്ല, തൊട്ടടുത്ത വചനത്തിൽ പറയുന്നു അവൻ ശവമഞ്ചത്തിന്മേൽ തൊട്ടു. ഈ ശവമഞ്ചം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതീകമാണ്. ചത്ത അവസ്ഥയാണല്ലോ അത് ശവമഞ്ചം. അനക്കമില്ല, ജീവനില്ല. നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നഷ്ടപ്പെട്ടു, ചലനമില്ലാത്ത ചില മേഖലകളുടെ നടുവിൽ കർത്താവ് പറയുന്നത് എന്തെന്നറിയാവോ? കർത്താവ് നിന്നോട് വന്നിച്ചും പറയുന്നത് നീ കരയേണ്ട എന്ന് മാത്രമല്ല, മറിച്ച് നീ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് നീ കരുതിയിരിക്കുന്ന, നഷ്ടപ്പെട്ടുവെന്ന് നീ കരുതിയിരിക്കുന്ന കാര്യങ്ങളെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നു. ആ വിധവയുടെ കണ്ണുനീര് ശമിക്കണമെങ്കിൽ വെറുതെ ഭംഗിവാക്ക് മാത്രം പോരാ, മറിച്ച് അവിടെ ആ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തണം. എന്താണ് പ്രശ്നം? ഏകമകൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മകൻ്റെ മരണം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്തതാണ്. അതാണ് ദുഃഖം. അങ്ങനെയെങ്കിൽ എന്തു വേണം? ആ മകൻ്റെ മരണത്തിന് ഒരു ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈശോ ആ പ്രശ്നത്തിനാണ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ശവമഞ്ചത്തിന്മേൽ തൊട്ടു. എന്നിട്ട് വചനം പഠിപ്പിക്കുന്ന എന്താണ്? ഈശോ അവനോട് പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഈശോ അവനോട് പറഞ്ഞു നീ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. എന്നെ കേൾക്കുന്നവരെ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഒരു ശവമഞ്ചത്തെ തൊട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമല്ല. നീ കേൾക്കുമ്പോൾ നീ ഓർത്തോണം, നിന്റെ ജീവിതത്തിൽ മരവിച്ചിരിക്കുന്ന, ജീവനില്ലാതിരിക്കുന്ന, നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയിരിക്കുന്ന, ഇനി രക്ഷയില്ല എന്ന് കരുതിയിരിക്കുന്ന ഏതൊരു കാര്യത്തോടും ഈശോ പറയുന്നത് നീ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, യേശുവിൻ്റെ മൊഴി ഒരിക്കലും അത് വെറുതെ പോകുന്നതല്ല, മറിച്ച് അർത്ഥമുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. എൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്ക് അത് വെറുതെ പോകുന്നതല്ല. പ്രിയപ്പെട്ടവരെ, യേശു ചത്തവനോട് നീ എഴുന്നേൽക്കുക എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. യേശുവിൻ്റെ മൊഴി അത് ആകാശത്തേക്ക് പോയി വെറുതെ പോകുന്നതല്ല, മറിച്ച് വചനം പഠിപ്പിക്കുന്നു അത് ഫലദായകമാണ്. യേശുവിൻ്റെ മൊഴി ഒരിക്കലും വിഫലമാവില്ല, ഫലം ചൂടാതെ കടന്നു പോവില്ല. നിന്റെ ജീവിതത്തോടും ഈശോ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശവമഞ്ചം ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകം? എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നമ്മൾ മരവിച്ചിരിക്കുന്ന, ഇനി രക്ഷയില്ല എന്ന് കരുതിയിരിക്കുന്ന ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ നമ്മുടെ കർത്താവ് പറയുന്നു നീ എഴുന്നേൽക്കുക. ഇതൊരു കൽപ്പനയാണ്. ഇതൊരു കൽപ്പനയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നോട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു നീ എഴുന്നേൽക്കുക. നിനക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെങ്കിലും, നിൻ്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും, അതിൻ്റെ എല്ലാം മൊത്ത നടുവിൽ നിൻ്റെ കർത്താവ് നിന്നോട് പറയുന്നു നീ എഴുന്നേൽക്കുക. ഇതൊരു സംഭവത്തിൽ മാത്രമല്ല, ബൈബിൾ മുഴുവൻ വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഈശോ പലതവണ പല വ്യക്തികളോട് പറഞ്ഞ കാര്യമാണ് നീ എഴുന്നേൽക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, മനോഹരമായ സംഭവം ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മർക്കോസ് 2:11. അതായത് തളർവാദ രോഗിയെ സൗഖ്യപ്പെടുന്ന രംഗം. അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തളർവാദ രോഗി ഈശോ പറയുന്നത് നീ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. വചനം പഠിപ്പിക്കുന്നു തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു.
തളർന്ന മനുഷ്യനോട് കർത്താവ് പറഞ്ഞത്, നീ എഴുന്നേൽക്കുക. നിന്റെ ജീവിതത്തിൽ നീ ഏതെങ്കിലും മേഖലയിൽ തളർന്ന വ്യക്തിയാണോ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതാവസ്ഥ എത്ര വലിയ ദുരന്തങ്ങളായിക്കൊള്ളട്ടെ, എത്ര വലിയ ആയിക്കൊള്ളട്ടെ, ഈശോ മരിച്ചവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. മരിച്ചവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ മരിച്ചിട്ടില്ലെന്നേയുള്ളൂ, മരിച്ച പോലെയാണ് പലരുടെയും ജീവിതാവസ്ഥ. മലയാളത്തിൽ പറയാറില്ലേ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ജീവനുണ്ടോ? ഉണ്ട്. ഇനിയിപ്പോൾ എന്തിനാ ജീവിക്കണേ ആവോ? ചിലരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കണ്ടിട്ടില്ലേ? സങ്കടം തോന്നും. അവർക്ക് ജീവിക്കാൻ ഒരു താല്പര്യമില്ല, അവർക്കൊന്നിനോടൊരു താല്പര്യമില്ല. ജീവനുണ്ടോ എന്ന് കുത്തി നോക്കേണ്ടി വരും. അത്രമാത്രം മരവിച്ച ജീവിതാനുഭവങ്ങൾ. ദൈവം ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ അവൻ വെറുതെ മരവിച്ച അവസ്ഥയിൽ ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഉണർവോടും ഉന്മേഷത്തോടും കൂടെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഉണർവോടും ഉന്മേഷത്തോടും കൂടെ ജീവിക്കാൻ ഈ ഭൂമിയിൽ ദൈവം നിനക്ക് കൃപ ചെയ്തിട്ടുണ്ട്. നിന്റെ ജീവിതാവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിനക്കുണർവോടും ഉന്മേഷത്തോടും കൂടെ ജീവിക്കാനുള്ള കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ ജീവൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം ചെയ്യാനുള്ള ഉണർവും ഉന്മേഷവും നിനക്കുണ്ട് എന്നുള്ളതാണ്. പലരും ഈ ഉണർവും ഉന്മേഷവും നഷ്ടപ്പെട്ട് ചത്ത പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്നറിയാവോ? അവരവരുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചും ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഇനി എന്തു ചെയ്യാനാണ്, എന്നെക്കൊണ്ടൊന്നും കഴിവില്ല, എനിക്ക് പണമില്ല, ശാരീരികമായ മെച്ചമില്ല എന്നിങ്ങനെ എണ്ണിപ്പെറുക്കി സങ്കടം പറഞ്ഞ് ജീവിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ ശവമഞ്ചത്തിലെ യുവാവിനെ പോലെയാണ് നീയും, ചത്തുപോയി. എങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, നിന്നിൽ ഉണരാനുള്ള, നിന്നിൽ ചലിക്കാനുള്ള ഒരു ശക്തി നിൻ്റെ ഉള്ളിലുണ്ട്. ഒരു ചാലക ശക്തി നിൻ്റെ ഉള്ളിലുണ്ട്. നീ അത് തിരിച്ചറിയുക. അതുകൊണ്ട് ആ വചനം പഠിപ്പിക്കുന്നത്, നീ എഴുന്നേൽക്കുക. ഇതൊരു കൽപ്പനയാണ്. നീ എഴുന്നേൽക്കുക. തളർവാദ രോഗിയോട് കർത്താവ് പറഞ്ഞു, നീ എഴുന്നേൽക്കുക. എല്ലാവരും കാണുക, ഒളിച്ചും പാത്തുമൊന്നുമല്ല, എല്ലാവരും കാണുക. വചനം പഠിപ്പിക്കുന്നു, തളർവാദ രോഗി കിടക്കയും എടുത്ത് എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായ സുവിശേഷ ഭാഗം. ഏതാ സുവിശേഷ ഭാഗം? ബെത്സൈദ കുളക്കരയിലെ രോഗി. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ തിരുവചന ഭാഗത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്തു നടക്കുക. തൊട്ടടുത്ത വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്തു നടന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, എന്നെ കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ദൂരെ എവിടെയോ നടന്നൊരു കാര്യമല്ല. എൻ്റെ ജീവിതത്തോടും എവിടെയൊക്കെയോ ചില ബന്ധങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിലും ചില കാര്യങ്ങളിൽ എനിക്ക് വേണ്ട, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കരുതിയ ചില കാര്യങ്ങളാവാം. വചനം പഠിപ്പിക്കുന്നു, നിനക്ക് സാധ്യമാണ്. നിൻ്റെ ഉള്ളിൽ അതിനുള്ള ചാലക ശക്തിയുണ്ട്. നീ എഴുന്നേൽക്കുക. കാരണം നിന്നെ തൊടുന്നവൻ അവൻ നിസാരക്കാരനല്ല. നിന്നെ തൊടുന്ന തമ്പുരാൻ കർത്താവാണ്. ജീവൻ്റെ ഉറവിടമാണ് നിന്നെ തൊടുന്നത്. ഞാനാണ് പുനരുദ്ധാനവും ജീവനുമെന്ന് യേശു പ്രഖ്യാപിച്ചെങ്കിൽ ആ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം എന്താ? വെറുതെ ഒരു സെൻറ്റൻസ് അല്ല, അതൊരു പ്രസ്താവനയായിട്ടല്ല, മറിച്ച് ഞാനാണ് ജീവനും പുനരുദ്ധാനവും ഞാനാണ് ജീവൻ. ആ ജീവൻ നിൻ്റെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടികർമ്മത്തിൽ ദൈവം ചെയ്ത കാര്യം എന്താണ്? വെറുതെ മണ്ണ് കൊണ്ടൊരു മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, അവൻ്റെ നാസാരന്തരങ്ങളിലേക്ക് വചനം പഠിപ്പിക്കുന്നു, ദൈവം തൻ്റെ ജീവശ്വാസം ഊതി. ഈ ചലനം നിൻ്റെ ഉള്ളിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഏതു മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും
നീ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് സഭാവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, നീ ഓർത്തുകൊള്ളണം, നിൻ്റെ ഉള്ളിൽ ദൈവം തന്ന ജീവൻ്റെ തുടിപ്പുണ്ട്. ഈ ജീവൻ്റെ തുടിപ്പ് നിനക്ക് തോന്നിയതുപോലെ കൊണ്ടു നടക്കാനുള്ളതല്ല. ശ്രദ്ധിക്കണം, നിനക്ക് തോന്നിയതുപോലെ കൊണ്ടു നടക്കാനുള്ളതല്ല, മറിച്ച് ആ ജീവൻ്റെ തുടിപ്പ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ ഉയർത്തപ്പെടാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ ഓരോ വ്യക്തിയും തൊട്ടുകൊണ്ടാണ് പറയുന്നത്, നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക, നിന്നെക്കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ ഇങ്ങനെ തളർന്നു കഴിയേണ്ട വ്യക്തിയല്ല, നീ ചത്ത പോലെ കഴിയേണ്ട വ്യക്തിയല്ല, ബെത്സയിദ കുളക്കരയിൽ 38 വർഷം കിടന്ന് നീ നരകിക്കേണ്ട വ്യക്തിയല്ല, മറിച്ച് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ബൈബിളിൽ മറ്റൊരു മനോഹരമായ തിരുവചന ഭാഗം മർക്കോസിൻ്റെ തന്നെ സുവിശേഷം 5-ാം അധ്യായം 41-ാം തിരുവചനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5:41. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു, അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള താലിത്താക്കും എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വചനം ശ്രദ്ധിക്കണം, തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. ബാലിക എഴുന്നേറ്റ് നടന്നു. പ്രിയപ്പെട്ടവരെ, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. കരയേണ്ട എന്ന് പറഞ്ഞവൻ ഇതാ തൊട്ടടുത്ത വചനത്തിൽ നിന്നോട് പറയുന്നു, നീ എഴുന്നേൽക്കുക. നിൻ്റെ ഉള്ളിൽ ജീവൻ്റെ ചലനമുണ്ട്. നിനക്ക് സാധ്യമാവും. നീ ഒരുപക്ഷെ ഇനി ഞാൻ പരാജയപ്പെട്ടു, നീ പരാജയപ്പെട്ടിട്ടില്ല. നീ ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന വ്യക്തി, കർത്താവ് പറയുന്നു, നീ അങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല, നീ ഉണർന്ന് പ്രശോഭിക്കേണ്ട വ്യക്തിയാണ്. നീ ഉണർന്ന് പ്രശോഭിക്കേണ്ട വ്യക്തിയാണ്. യെശയ്യായുടെ പ്രവചനം 52-ാം അധ്യായം 1-2 തിരുവചനം പഠിപ്പിക്കുന്നു, സിയോനെ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക, ബന്ധനസ്ഥനായ ജെറുസലേമേ പെട്ടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ഉണർന്ന് പ്രശോഭിക്കുക, ഉണർന്ന് പ്രശോഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്താണ് കർത്താവ് ആരംഭിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ജീവിതം ഇതൊരു പാഠമാണ്. ഈശോ ഒരു ഉപമ പറഞ്ഞു വെച്ചപ്പോൾ അത് അന്ന് കേട്ടിരുന്നൊരു ജനതയ്ക്കുള്ളതല്ല, മറിച്ച് എനിക്കും നിനക്കുമുള്ള പാഠമാണ്. എന്താണ്? ധൂർത്തപുത്രൻ അവൻ്റെ ക്ഷാമത്തിൻ്റെ നടുവിൽ അവൻ പന്നിക്കുഴി കിടന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയിടത്ത് അവനൊരു തീരുമാനമെടുത്തു. എന്താ അത്? ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം 16 മുതലുള്ള വചനത്തിൽ പഠിപ്പിക്കുന്നു, അവൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ പോകും. അതൊരു തീരുമാനമായിരുന്നു. ബർത്തിമേസിനോട് കർത്താവ് പറഞ്ഞു, മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, നായീമിലെ വിധവയുടെ ഏകമകനെ പുനർജീവിപ്പിച്ച ഈശോ ഇന്ന് എൻ്റെയും നിൻ്റെ മുമ്പിൽ വലിയ ആത്മീയ മേഖല തുറക്കുകയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, നീ ഏതെങ്കിലും കാര്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്താവ് നിന്നെ കണ്ട് മനസ്സലിഞ്ഞ് നിന്നോട് പറയുന്നു, കരയേണ്ട. 2-ാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ കരച്ചിൽ അവസാനിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവ് എന്താ പറഞ്ഞത്? നീ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. നിൻ്റെ മരവിച്ച ജീവിതാനുഭവങ്ങളോട്, നിൻ്റെ പ്രശ്നം പിടിച്ച അനുഭവങ്ങളോട് കർത്താവ് പറയുന്നു, നീ ഇങ്ങനെ തളർന്ന് ജീവിക്കേണ്ടവനല്ല, നീ എഴുന്നേൽക്കുക. എല്ലാവരും കാണട്ടെ, ദൈവജനത്തിനു മുമ്പിൽ നീ സാക്ഷിയായിട്ട് മാറട്ടെ. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈ വചനം ഹൃദയത്തിലോട്ട് സ്വീകരിക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മീയമായ ഉണർവ് പ്രസരിക്കും. അനേകർക്ക് നിൻ്റെ ജീവിതം ഒരനുഗ്രഹമായിട്ട് മാറും. നിൻ്റെ ജീവിതം പരാജയത്തിൻ്റെതല്ല, ഉണർന്ന് പ്രശോഭിക്കാനുള്ളതാണ്. നിശ്ചയമായും ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.